പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സാധനമാണ്. കഴിഞ്ഞ 10-15 ദിവസമായിട്ട് എൻ്റെ കൂടെ തന്നെ 24 മണിക്കൂറുള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് സോണിയുടെ XB13 എന്ന് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ സോണിയുടെ XB13 എന്ന് പറഞ്ഞ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഫിസിക്കലി നോക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് സൈഡിലായിട്ട് നമ്മുടെ സ്പീക്കർ വിൻസ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സൈഡിലെല്ലാം നല്ല രീതിക്ക് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൈകളിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒതുങ്ങി നിൽക്കുമെന്ന് പറയുന്നില്ല, എന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എൻഡിലും കൂടി കണക്ട് ചെയ്ത് തൂക്കിയിട്ടുകൊണ്ട് നടക്കാനും പറ്റും. അതല്ലാണ്ട് നിങ്ങളുടെ ബെൽറ്റിലോ എവിടെയെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ബട്ടൺ കാണാനായിട്ട് പറ്റും. പവർ ബട്ടൺ, പിന്നീട് ബ്ലൂടൂത്ത് മോഡ് ബട്ടൺ, പോസ് ആൻഡ് പ്ലേ ബട്ടൺ, വോളിയം റോക്കർ, ഇത്രയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ ആ ഒരു ഭാഗം പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ടൈപ്പ് സി പോർട്ട് കാണിക്കും. ആ ഒരു ടൈപ്പ് സി പോർട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജ് ചെയ്യുന്നത്. XB12 എന്ന പഴയ മോഡലിനേക്കാളും കുറച്ചുകൂടി ഡ്യൂറബിൾ ആക്കാൻ വേണ്ടിയിട്ട് XB13 അകത്ത് ഒരു UV കോട്ടിംഗ് സോണി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു UV കോട്ടിംഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ചസ്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സർഫസിൽ വെക്കുന്ന സമയത്ത് സ്ക്രാച്ചസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു UV കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പലയിടത്തും നമ്മൾ ഈ ഒരു സാധനം വെക്കാറുണ്ട് പാട്ട് കേൾക്കാനായിട്ട്. വെച്ചിട്ടെടുക്കുന്ന സമയത്ത് നോർമലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ചില ബ്ലൂടൂത്ത് സ്പീക്കറിലെല്ലാം സ്ക്രാച്ചുകൾ വീഴാറുണ്ട്. ആ ഒരു സ്ക്രാച്ച് വീഴാണ്ട് കുറച്ചുകൂടി ഹാർഡ്നെസ് ഈ ഒരു സാധനത്തിൽ സോണി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്തായാലും അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്ന സമയത്തായാലും ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്തായാലും എല്ലാം ഇത് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വെള്ളം തട്ടിയാലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഡസ്റ്റും അധികമൊന്നും പിടിച്ചങ്ങിരിക്കത്തില്ല. നമ്മൾ ഡസ്റ്റ് ആവില്ല എന്നല്ല പറയുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ഇളകി പോകുന്നുണ്ട്. സാധാരണഗതിയിൽ പലതിലും ഡസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിരിക്കാറുണ്ട്. ആ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തില്ല. ഇനി നമുക്ക് നമ്മുടെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാം. സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യം സോണി ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഫീച്ചറിനെ പറ്റി പറയാം. സൗണ്ട് ഡിഫ്യൂഷൻ പ്രോസസ്സർ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ടിനെ, അതായത് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന പാട്ടാണെങ്കിൽ പാട്ട്, ഓഡിയോ ആണെങ്കിൽ ഓഡിയോ, അതിനെ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നതിനെയാണ് ഈ ഒരു സൗണ്ട് ഡിഫ്യൂഷൻ പ്രോസസ്സർ എന്ന ഫീച്ചർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇതൊരു റൂമാണ്. ഈ ഒരു റൂമിൻ്റെ അകത്ത് ഇതിനെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചിട്ട് പാട്ടിട്ട് കഴിഞ്ഞാൽ ഈ റൂം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ലെവലിലേക്ക് പാട്ട് മാറും. ഇനി പേഴ്സണലായിട്ട് ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഇതെങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നോക്കാം. ട്രെബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ട്രെബിൾ തന്നെയാണ് ഇതിനകത്ത് സോണി കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള വോക്കൽസാണ് വരുന്നത്. ഇനി ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓവറാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നമുക്ക് ആവശ്യത്തിന് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ വേണ്ട ബേസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറവല്ല, അത് ഒരു എബോവ് ആവറേജ് ബേസാണ്. അതാണ് ഒരു പാട്ടിന് അത്യാവശ്യം. അല്ലാണ്ട് ബേസ് ഓവറായി കഴിഞ്ഞാൽ എല്ലാ തരക്കാർക്കും ബേസ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബേസ് ലെവലാണ് ഇതിനകത്തുള്ളത്. ഇനി മിഡും ലോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയുണ്ട്. ആൻഡ് ഓവറോൾ പറയപ്പോൾ സോണിയുടെ ഒരു പ്രോഡക്റ്റാണ്. ഓഡിയോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരുപാട് പ്രോഡക്ട്സ് വർഷങ്ങളായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഇതേപോലൊരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. ഈ ഒരു സോണി XB13 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4990 രൂപയാണ്. അതുപോലെ തന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളടുത്ത് പറയും, അത്രത്തോളം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് 100% ഞാൻ കോൺഫിഡൻസോടുകൂടി പറയും, നിങ്ങൾക്ക് 4990 രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ബ്ലൂടൂത്ത് സ്പീക്കറാണെന്ന് ഞാൻ പറയും. കാരണം അത്രത്തോളം ഒരു ഡേ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം 6 തൊട്ട് 7 മണിക്കൂർ വരെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മോർണിംഗിൽ ജസ്റ്റ് പല്ലിയിക്കുന്ന സമയത്ത് തുടങ്ങുന്നതാണ്. പിന്നീട് അപ്പോൾ ആയിട്ട്
ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് വരികയാണ്. ഈ സോണി XB13 എന്ന ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 16 മണിക്കൂറാണ്. അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 35% താഴോട്ടൊക്കെ ബാറ്ററി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാറ്ററി ലോ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വോളിയം ലെവൽ കുറയും. ആ ഒരു വോളിയം ലെവൽ കുറച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കപ്പ് മാനേജ് ചെയ്തുകൊണ്ട് പോവാണ് സോണി. ദാറ്റ് ഈസ് നൈസ്. പിന്നെ സോണി XB13 എന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ 2 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ രണ്ടും കൂടി ഒരു സ്റ്റീരിയോ മോഡിലേക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു സിംഗിൾ പീസ് തന്നെ മോർ ദാൻ ഇനഫ് ആണ്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. കാരണം ഞാൻ ചില പ്രോഡക്റ്റുകളിൽ മാത്രമേ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാറുള്ളൂ. ഞാൻ അത്രത്തോളം യൂസ് ചെയ്ത് 100% വേണമെങ്കിൽ 200% സാറ്റിസ്ഫൈഡ് എന്ന് പറയും. അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ചില പ്രോഡക്റ്റ്സേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം. അതാണ് സോണി XB13 എന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. XB13 എന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ് ചെയ്തത്. ഡിസ്ക്രിപ്ഷനിൽ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്കും ഞാൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം, എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് അൽഗോരിതം പുഷ് ചെയ്ത് റെക്കമെൻഡേഷനിലൊക്കെ കൂടുതൽ കൊണ്ടുവരും. അപ്പോൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്കറിയാലോ, 2 ദിവസം മുന്നേയൊക്കെ ഞാൻ അടിയൊക്കെ തന്നിട്ടായിരുന്നു നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഒരു ലൈക്ക് ബട്ടൺ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി. തൊട്ട് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.